കലിക ന്യൂസിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ മുന്നിൽ വീണ്ടും ഞങ്ങൾ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട അഭ്യർത്ഥനയുമായി വരികയാണ്. ഒരു വർഷത്തിന് മുന്നേ പല്ലുവേദനയ്ക്ക് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ കടയ്ക്കൽ ഇടത്തറ മരോട്ടിപ്പൊയ്കവിള വീട്ടിൽ 60 വയസ്സുള്ള താമരയ്ക്ക് മോണയിൽ വീക്കം കണ്ടതിനെ തുടർന്ന് ഡോക്ടർമാർ വിദഗ്ധ ചികിത്സയ്ക്കായി RCCയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുകയും ചികിത്സകൾ തുടർന്നു വരികയുമാണ്. നിർധനരായ ഈ കുടുംബത്തിന് താമരയുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോൾ നിലവിലുള്ളത്. താമരയുടെ ഭർത്താവിനും അസുഖങ്ങൾ കാരണം ജോലിക്ക് പോകുവാനും കഴിയുന്നില്ല. ഭാര്യയുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഭർത്താവായ സോമനാണ്. മെഡിക്കലിൽ പോയി എൻ്റെ അപ്പത്ത് പോയി ആട് ശിശുവില്ല ആദ്യം ഓപ്പറേഷനൊക്കെ ചെയ്ത് അപ്പോൾ ഒരു ഇതാകുമ്പോൾ പിന്നെ ഡയാലിസിസ് തുടങ്ങിയപ്പോൾ 30 കാര്യം പോലും പറയാൻ വയ്യാതെ പോയി. അമ്മയ്ക്ക് വായിലിങ്ങനെ പല്ലുവേദന പോലെ വന്നതാണ്. പല്ലുവേദന വന്ന അവസാനം അത് പല ആശുപത്രികളിൽ കൊണ്ടുകിടന്ന് ചികിത്സിച്ച് പിന്നെയാണ് അറിയുന്നത് ക്യാൻസർ രോഗമാണെന്ന്. പിന്നെ RCCയിൽ വിട്ട് RCCയിൽ ചെന്ന് അതിൻ്റെ ചികിത്സ 1 വർഷം കൊണ്ട് നടത്തി. ഓപ്പറേഷൻ കഴിഞ്ഞ് റേഡിയേഷൻ 30 റേഡിയേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനൊക്കെ ഒരുപാട് പൈസ ചിലവായി. നമ്മളെല്ലാം അതിൽ നിന്നും ചിലവാക്കാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. കടമൊക്കെ മറിച്ചാണ് അമ്മയുടെ ചികിത്സ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഇനിയും മുമ്പോട്ട് മാസത്തിൽ 3-4 പ്രാവശ്യം അമ്മേനെ കൊണ്ട് ചികിത്സ കൊണ്ടുപോകണം. അത് ചെയ്യാനുള്ള നിവൃത്തിയൊന്നും ഞങ്ങൾക്കില്ല. ഇത് കാണുന്നവർ ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3 മക്കൾ ഇവർക്കുണ്ടെങ്കിലും ടാപ്പിംഗ് തൊഴിലാളിയായ ഒരു മകൻ്റെ ആശ്രയത്തിലാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആയതിനാൽ ചികിത്സയുടെ ആവശ്യത്തിനായി ആശുപത്രിയിൽ പോലും പോകുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തിന് നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുവാൻ ഈ കുടുംബം അഭ്യർത്ഥിക്കുകയാണ്. താമരയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ അടിയന്തര ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാസത്തിൽ RCCയിൽ പോകുന്നതിന് തന്നെ ഏകദേശം 4000-ഓളം രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട്. മഴക്കെടുതിയും മറ്റും മൂലം ആശ്രയമായ ഏക മകനും വരുമാനവും മുട്ടിയ നിലയിലാണ്. സമീപവാസികളും നല്ലവരായ ഏതാനും വ്യക്തികളുമാണിപ്പോൾ ഈ കുടുംബത്തിനെ സഹായിക്കുന്നത്. പ്രേക്ഷകരെ, നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് ഈ കുടുംബത്തിനെ സഹായിക്കണമെന്ന് ഞങ്ങളും അഭ്യർത്ഥിക്കുകയാണ്. സഹായങ്ങൾ ലഭ്യമാക്കേണ്ടുന്ന അക്കൗണ്ട് വിവരങ്ങൾ താഴെ ചേർക്കുന്നുണ്ട്. ഈ അക്കൗണ്ടിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നൽകുവാൻ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.